കർത്താവിൻ്റെ വചനം എഫെസ്യരുടെ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. ഹാലിയ. എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 3. ഹാലലൂയ, സ്തോത്രം. വചനം ഇങ്ങനെ പറയുന്നു: All praise to God, the Father of our Lord Jesus Christ, who has blessed us with every spiritual realms because we are united with Christ. സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുക, പിതാവായ ദൈവത്തിന് നന്ദി പറയുക. എന്താന്ന് വെച്ചാൽ നമ്മളെ സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിറച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. സ്വർഗത്തിലുള്ള ശകലമല്ല, ഒരു ഒന്നോ രണ്ടോ അല്ല, നമ്മൾക്ക് ഏതെങ്കിലും ഉണ്ടോ അല്ല, നമ്മൾക്ക് ഏതെങ്കിലും ഒരു നേരത്തേക്ക് വേണ്ട അനുഗ്രഹം അല്ല. ഒരു ജോലി വേണം, ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു, ജോലി കിട്ടാൻ വേണ്ടി അനുഗ്രഹം കിട്ടി, ഇനി അത് കഴിഞ്ഞിട്ട് അനുഗ്രഹമൊന്നുമില്ല. അങ്ങനെയല്ല. യേശുവിലേക്ക് വരുന്നവൻ അനുഗ്രഹിക്കപ്പെടും. ആര് യേശുവിലേക്ക് വന്നോ അവരുടെ ജീവിതം മാറും. സ്തോത്രം. കർത്താവിൻ്റെ വചനം ഇവിടെ പറയുന്നത് നമ്മളെ സ്വർഗത്തിലുള്ള സകല ഭൗതിക നന്മകളെന്നല്ല, ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ നിറച്ചിരിക്കുന്നു. നമ്മുടെ ആത്മാവിൽ നിറഞ്ഞ് അനുഗ്രഹത്തിനകത്ത് ഭൗതിക നന്മകൾ വെളിപ്പെടും. ഇന്ന് ജീവിതത്തിനകത്ത് ദൈവരാജ്യം തേടിയാൽ ബാക്കിയെല്ലാം പിന്നാലെ വന്നോളും. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തിന് നമ്മൾ മുൻഗണന കൊടുത്താൽ, സ്തോത്രം, ഹല്ലേലൂയ, മറ്റ് മേഖലകളെ എല്ലാം അനുഗ്രഹിക്കാൻ പറ്റും. കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നത് ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാനാ പറയുന്നത്. സ്തോത്രം. നമ്മൾ ആ കർത്താവിനെ അന്വേഷിച്ചാൽ, യേശുവിൻ്റെ രാജ്യം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ രാജ്യത്തിനകത്ത് കർത്താവ് എന്നോട് പറയുന്നത് എനിക്ക് വേണം. എനിക്ക് ദൈവത്തിൻ്റെ മുഖം കാണണം. ഹല്ലേലൂയ. നമ്മൾ ആ ഒരു കാഴ്ചപ്പാടോടെ നമ്മൾ നിൽക്കുമ്പോൾ കർത്താവിന് ബാക്കിയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യത്തിനകത്ത് വചനം ഇങ്ങനെ പറയുന്നു: സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് above all else and live righteously and he will give you everything you need. വായിച്ച് 33, 6-33. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും ചേർക്കപ്പെടും. ഹല്ലേലൂയ. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ദൈവരാജ്യം അന്വേഷിക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ഇവിടെ നമ്മളോട് എഫെസ്യരുടെ ലേഖനം 1 പറയുന്നത് നമ്മളെ സ്വർഗസ്ഥലങ്ങളിലുള്ള സ്വർഗീയ സ്ഥലിരിക്കുക, നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. ഇപ്പുറത്തെ മത്തായി സുവിശേഷം 6-ാം അധ്യായം 33 പറയുന്നു, ആദ്യം നിങ്ങൾ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, എന്നാൽ ബാക്കിയെല്ലാം ചേർക്കപ്പെടും. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. അല്ലെ, എങ്ങനെ ഇതൊന്ന് വേഗത്തിലൊന്ന് മനസ്സിലാകണ്ടേ. പലർക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതെന്തുവാ പറയുന്നേ എന്നൊക്കെ തിങ്ക് ചെയ്യും, അല്ലേ? പക്ഷെ വളരെ സിമ്പിളാ. നമ്മുടെയൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ അടുക്കളയിലോട്ട് ഓടിച്ചെന്നു, ടാപ്പ് തുറന്നാൽ വെള്ളം ടാപ്പിനകത്തൂടെ വരുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ആ ടാപ്പിനെ കണക്ട് ചെയ്യുന്ന, ആ പൈപ്പിനെ കണക്ട് ചെയ്യുന്ന ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഹല്ലേലൂയ. അപ്പം ഈ വാട്ടർ ടാങ്കിനകത്ത് ഞാനൊന്ന് ഇമാജിൻ ചെയ്യട്ടെ, 10,000 ഗ്യാലൻ കൊള്ളുന്ന ഒരു വാട്ടർ ടാങ്ക് ആണെന്നിരിക്കട്ടെ. ഒരുപാട് വെള്ളം കൊള്ളും, അല്ലേ? 10,000 ഗ്യാലൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വെള്ളം കൊള്ളും, അല്ലേ? 10,000 ഗ്യാലൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വെള്ളം കൊള്ളുന്ന ഒരു വാട്ടർ ടാങ്ക്. അപ്പം ഈ വാട്ടർ ടാങ്ക് മേളിലുണ്ട്, ഇതിനകത്ത് നിറച്ച് വെള്ളമുണ്ട്. ഈ വാട്ടർ ടാങ്കിനെ കണക്ട് ചെയ്യുന്ന പൈപ്പുണ്ട്. നമ്മുടെ ടാപ്പ് തുറന്നാൽ എത്രത്തോളം നമ്മൾ ടാപ്പ് തുറക്കുന്നോ അത്ര, ഞാൻ പറയുക, എൻ്റെ ടാപ്പ് ഞാൻ തുറക്കുമ്പം എനിക്ക് കുറച്ച് വെള്ളം വന്നാൽ മതി, ഞാൻ ഫുള്ള് തുറന്ന് വെച്ചാൽ എൻ്റെ മുഖത്ത് വെള്ളം തെറിക്കും, വെള്ളം അവിടെ ഇവിടെയൊക്കെ തെറിച്ചു പോകും, കണ്ടമാനം വെള്ളം വരും എന്ന് പറഞ്ഞാൽ ഞാൻ മെല്ലെ ടാപ്പ് തുറന്നാൽ 10,000 ഗ്യാലൻ വെള്ളം
ഞാൻ ടാപ്പ് തുറന്നു വെച്ച് നിറയ്ക്കുന്ന പാത്രത്തിനകത്ത് മെല്ലെ നിറയും. പക്ഷെ ഞാൻ വേഗത്തിൽ എൻ്റെ ടാപ്പ് മൊത്തമായിട്ട് ഞാൻ തുറന്നു വെച്ചാല് ഹല്ലേലൂയ, ഈ ഞാൻ നിറയ്ക്കുന്ന പാത്രം വേഗത്തിൽ നിറയും. ശ്രദ്ധിക്കണം, എൻ്റെ വീട്ടിലെ ടാപ്പിന്റെ മേളിൽ ഒരു ടാങ്ക് ഉണ്ട്. ടാങ്ക് നിറഞ്ഞു നിൽക്കുക. അതെപ്പോഴും 10,000 ഗാലൻ എന്ന് പറഞ്ഞ് നിറഞ്ഞു നിൽക്കുക. അതിനകത്ത് വെള്ളം ഇച്ചിരി കുറഞ്ഞാല് മുനിസിപ്പാലിറ്റിക്കകത്തെ വെള്ളം ഇതിനകത്ത് വന്നങ്ങ് നിറയും, വേഗത്തിൽ വന്ന് നിറയും. അല്ലെങ്കിൽ കിണറ്റിനകത്തെ മോട്ടർ അടിച്ച് ഞാൻ വെള്ളം അങ്ങ് നിറയ്ക്കും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ എത്രത്തോളം ഞാൻ ടാപ്പ് തുറക്കാൻ താല്പര്യപ്പെടുന്നോ അത്രത്തോളം വേഗത്തിലേ എൻ്റെ പാത്രം നിറയത്തുള്ളൂ. ഒരു ദിവസം ഞാൻ പറയുക, ഞാൻ അടുക്കളയിൽ കയറുന്നില്ല, ഞാൻ ടാപ്പ് തുറക്കുന്നില്ല, ആ വെള്ളം അങ്ങനെ തന്നെ കിടക്കും. നമ്മുടെ ആത്മീയ ജീവിതവും ഇങ്ങനെ തന്നെയാ. എത്രത്തോളം നാം അപ്പം കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ വചനം ഇവിടെ പറയുന്ന എഫെസ്യരുടെ 1:3 പറയുന്നു, സകല ആത്മീയ അനുഗ്രഹങ്ങളും അവിടെ വെച്ചിട്ടുണ്ട്. ക്രിസ്തുവേശുവിൽ എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും വെച്ചിട്ടുണ്ട്. എൻ്റെ മക്കൾ വളർന്നു വരുമ്പം അവരുടെ ഭാവിയുടെ അനുഗ്രഹങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ഈ കാലഘട്ടം വരുമ്പം എൻ്റെ അനുഗ്രഹം അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ജോലി അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ കുടുംബ ജീവിതത്തിന്റെ അനുഗ്രഹം അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ആരോഗ്യം അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ സമ്പത്ത് അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ എല്ലാം 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 അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് സമ്പത്ത് വേണം, എനിക്ക് ജോലി ഇത് വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ കാര്യമില്ല എന്ന മത്തായി സുവിശേഷം 6:33 പറയുന്നത്. മത്തായി സുവിശേഷം 6:33 നമ്മളോട് പറയുന്നത്, ഈ ആത്മീയ അനുഗ്രഹങ്ങള് ഹല്ലേലൂയ നമ്മള് ഭൗതിക നന്മയ്ക്കല്ല, പക്ഷെ സ്വർഗത്തിലിരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ വശത്തുനിന്ന് നമ്മൾക്ക് കൃപകളും അനുഗ്രഹങ്ങളും സമാധാനവും സ്നേഹവും കരുണയും കൃപയും ഇതൊക്കെ കർത്താവിനോട് ചോദിക്കുമ്പം നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നോ അത്രത്തോളം ദൈവസിംഹാസനത്തിൽ നിന്ന് നമ്മളിലേക്ക് കൃപ, നീതി, കരുണ, നമ്മളിലേക്ക് കൃപ, നീതി, കരുണ, സ്നേഹം, ദയ ഇതെല്ലാം ഒഴുകി വന്ന് നമ്മളിത് അനുഭവിക്കും തോറും, ക്രിസ്തുവിൽ നാം വളരും തോറും നമ്മൾക്ക് വേണ്ട ജോലി, കുടുംബജീവിതത്തിലെ നന്മ, അനുഗ്രഹങ്ങളും, മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ കുടുംബജീവിതം ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശുവിന്റെ അവിടെയുള്ള ദൈവസന്നിധിയിൽ എന്തൊക്കെയുണ്ട്? ദൈവസന്നിധിയിൽ രോഗമില്ല, ദൈവസന്നിധിയിൽ ദാരിദ്ര്യമില്ല, ദൈവസന്നിധിയിൽ വഴക്കില്ല, കുറ്റപ്പെടുത്തലില്ല. അവിടെ എല്ലാം സമാധാനം, സ്വസ്ഥത, അനുഗ്രഹം, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം അവിടെ നിറഞ്ഞു നിൽക്കുക. നമ്മളൊന്ന് കരം നീട്ടി ഇതൊന്ന് എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ജീവിതമായ ടാപ്പിനെ ഒന്ന് തുറന്നാൽ മതി. ഇന്ന് നമുക്കൊരു ടാപ്പ് തന്നിട്ടുണ്ട്, നമ്മളുടെ വായ നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ വായും കൊണ്ട് കർത്താവിനെ ഉയർത്തുക, നമ്മൾ പുകഴ്ത്തുക, നമ്മൾ സ്തോത്രം പറയുക, ഉയർത്തുക, നമ്മൾ പുകഴ്ത്തുക, നമ്മൾ സ്തോത്രം പറയുക. ഹല്ലേലൂയ. നമ്മൾ വചനം ധ്യാനിക്കുക, വചനം പറയുക. ഹല്ലേലൂയ. നമ്മൾക്ക് തിരുവചനം സങ്കീർത്തനം പറയുന്നു, നിന്റെ വായെ നീ വിസ്താരത്തിലൊന്ന് തുറക്ക്, ഞാൻ നിന്റെ വായെ നിറയ്ക്കാം. ഹല്ലേലൂയ. നമ്മുടെ വായ എത്രത്തോളം നമ്മൾ തുറന്ന് യേശുവേ എന്ന് നമ്മൾ പറത്തോളം നമ്മുടെ നാവിന്റെ മേൽ കൃപയും അനുഗ്രഹങ്ങളും കർത്താവ് തന്നുകൊണ്ടിരിക്കും. സ്തോത്രം. നമ്മൾ ഈ ആത്മീയ അനുഗ്രഹം എന്ന് പറയുന്നത്, നമുക്ക് ക്ഷമ വേണോ? അതവിടെ ഇരിപ്പുണ്ട്. നമുക്ക് സമാധാനം വേണോ? അതവിടെ ഇരിപ്പുണ്ട്. കർത്താവേ, എൻ്റെ ബലഹീനതയ്ക്കകത്ത് എനിക്ക് ബലം വേണം, അതവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. പക്ഷെ നമ്മള് തേടണം. പല ആൾക്കാരും ദൈവസന്നിധിയിൽ വരുന്നത് ഒരു വലിയ ഗ്രോസറി ലിസ്റ്റ് എഴുതി വെക്കും, അല്ലേ? അവർ പറയും, എൻ്റെ മോന് ജോലി വേണം, എൻ്റെ മോക്ക് വീട് വേണം, എൻ്റെ മോക്ക് കുടുംബജീവിതം വേണം, എൻ്റെ മോന് കുഞ്ഞുങ്ങൾ വേണം, എൻ്റെ കാലിൻ്റെ വേദന മാറണം, എൻ്റെ ഭർത്താവ് നേരെയാവണം, എൻ്റെ ഭാര്യ മിടുക്കിയാവണം. ഇങ്ങനെ കുറേ ലിസ്റ്റ് എഴുതിക്കൊണ്ട ദൈവസന്നിധിയിൽ കയറി ചെല്ലുന്നേ. പക്ഷെ എവിടെയെങ്കിലും നമ്മൾ ദൈവത്തിനോട് പറയുന്നുണ്ടോ, കർത്താവേ, എന്നെ അങ്ങയുടെ കൃപകളാൽ നിറയ്ക്കണം, അങ്ങയുടെ ക്ഷമയാൽ, അങ്ങയുടെ സ്നേഹത്താൽ, അങ്ങയുടെ ആനന്ദത്താൽ, ഹല്ലേലൂയ, അങ്ങയുടെ നീതിയാൽ ഒക്കെ എന്നെ നിറയ്ക്കണം. ഹല്ലേലൂയ. അതവിടെ കിടപ്പുണ്ട്. ആ ഓവർഹെഡ് ടാങ്കിൽ വെള്ളം കിടക്കുന്നത് പോലെ അതവിടെ കിടപ്പുണ്ട്. നമ്മളതിനെ ടാപ്പ് ചെയ്ത് അതിനകത്തു നിന്നൊന്ന് സ്വീകരിക്കാതെ
നമ്മളെ കർത്താവിന് നിറയ്ക്കാൻ പറ്റത്തില്ല. തിരുവചനോട് പറയുന്നു സകല ആത്മീയ അനുഗ്രഹങ്ങളാലും, എന്ന് വെച്ചാൽ ഒന്നിനും കുറവില്ല. സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ഒന്നിനും കുറവില്ല. അല്ലയ നമ്മളുടെ ജീവിതത്തിനകത്ത് നമ്മളുടെ ജീവിതത്തിനകത്ത് ഒരു ജോലി കിട്ടിയോ, അവിടെ നമ്മൾ പറയും വലിയൊരു അനുഗ്രഹം, എനിക്ക് ജോലി കിട്ടി. മനസ്സിലാകണം, നമ്മള് ആത്മീയതയ്ക്കകത്ത് ഒരു സ്റ്റെപ്പ് മേളിലോട്ട് കയറിയപ്പോഴാണ് ആ ജോലി വെളിപ്പെട്ട് വന്നത്. ഹല്ലേലൂയ. നമ്മൾക്ക് ഒരു വീട് കിട്ടിയാകണം, നമ്മളുടെ ഭൗതിക തലത്തിൽ ആ വീട് വെളിപ്പെട്ടത് നമ്മുടെ ഇപ്പുറത്ത് ആത്മീയ തലത്തില് ഒരു സ്റ്റെപ്പും കൂടെ കയറിയപ്പോഴാ ആ ഭൗതികത്തിൽ ആ വീട് വെളിപ്പെട്ടത്. ഹല്ലേലൂയ. നമ്മൾ പറയാ എൻ്റെ മോന് പഠിക്കാൻ കിട്ടി, എൻ്റെ മോന് അവിടെ ജോലി കിട്ടിയൊക്കെയായി. നമ്മുടെ മോന് ജോലി വെളിപ്പെട്ടത് ഇപ്പുറത്ത് ആത്മീയതയ്ക്കകത്ത് അടുത്തൊരു സ്റ്റെപ്പ് കയറിയപ്പോഴാ. ഹല്ലേലൂയ. ആത്മാവിനകത്ത് ഓരോ സ്റ്റെപ്പ് മേളിലോട്ട് കയറുമ്പോൾ സ്തോത്രം, ഇപ്പുറത്ത് ഭൗതിക നന്മകൾ തന്നെ വെളിപ്പെട്ടോളും. അപ്പൊ നമ്മൾ എവിടെ പരിശ്രമിക്കേണ്ടത്? നമ്മൾ ഓടേണ്ടത്, പരിശ്രമിക്കേണ്ടത് ആ ടാപ്പ് ഒന്ന് തുറക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. നമ്മൾ പരിശ്രമിക്കേണ്ടത് ആത്മാവിൽ ഞാൻ ജയമായിട്ട് കയറി മുന്നോട്ട് വരാന്. ഹല്ലേലൂയ. ഞാൻ ഒരു സ്റ്റെപ്പും കൂടെ ആത്മാവിൽ ഞാൻ കയറണം. ഞാൻ അന്വേഷിക്കേണ്ടത് കർത്താവിന്റെ മുഖം കാണുമ്പോൾ, എൻ്റെ ദൈവസന്നിധിയിൽ ചെന്നിരിക്കുമ്പോൾ, കർത്താവ് എനിക്ക് ലോറി വേണം, വീട് വേണം, കാറ് വേണം, എൻ്റെ മക്കൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും, എനിക്ക് ലോറി വേണം, വീട് വേണം, കാറ് വേണം, എൻ്റെ മക്കൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവണം. ഇതല്ല നമ്മൾ പറയേണ്ടത്. കർത്താവ്, എനിക്ക് അങ്ങയുടെ മുഖം ഒന്ന് കാണണം, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കണം, എനിക്ക് അങ്ങയെ വിട്ടു പിരിയേണ്ട കർത്താവ്. എൻ്റെ ജീവിതത്തിന്റെ നടുവില് യേശു വേണം. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങളുടെ അകത്ത് യേശു വേണം, എൻ്റെ ഭർത്താവിനകത്ത് യേശു. ആഹാരം ഉണ്ടാക്കുമ്പം പിറുപിറുത്ത് കുറ്റം പറഞ്ഞുകൊണ്ടല്ല, എനിക്ക് യേശു അവിടെ വേണം. ഞാൻ ആഹാരം കഴിക്കുമ്പോൾ അവരങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ അത് പറഞ്ഞുകൊണ്ടല്ല, എൻ്റെ വായിക്കകത്ത് യേശു. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് മഹത്വം. നമ്മൾ ആ വാട്ടർ ടാങ്കിനെ നോക്കിക്കഴിഞ്ഞാൽ, ആ വാട്ടർ ടാങ്കിനകത്തുനിന്ന് വെള്ളം നമ്മളുടെ വീട്ടിനകത്ത് വരണമെങ്കിൽ ഒരു പൈപ്പ് ഉണ്ട് അല്ലേ? ആ പൈപ്പിന് നമ്മൾ സ്വർഗീയ തലങ്ങളിൽ നോക്കിയാൽ ദൈവത്തിൽ നിന്ന് നമ്മളിലേക്ക് കൃപാവരങ്ങളും, ദൈവത്തിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന സ്വപ്നങ്ങളും, ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് നമ്മളെ കുറിച്ചിരിക്കുന്ന ആഗ്രഹങ്ങളും ഒക്കെ എത്തിക്കുന്ന ഒരു പൈപ്പുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ക്രിസ്തുയേശു വഴി നമ്മളെ ഈ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ചിരിക്കുന്ന എഫെസ്യരുടെ 1:3 പറയുന്നത്. അപ്പം ക്രിസ്തു സാക്ഷാൽ യേശു നമ്മളിൽ വന്ന് വസിച്ചാൽ നമ്മളൊക്കെ ശൂന്യമായി പോകും അല്ലെ, നമ്മളൊക്കെ ഇല്ലാതായി പോകും. എന്നുവെച്ചാൽ വന്ന് വസിച്ചാൽ നമ്മളൊക്കെ ശൂന്യമായി പോകും അല്ലെ, നമ്മളൊക്കെ ഇല്ലാതായി പോകും. എന്നുവെച്ചാൽ യേശു ദൈവമാ. അപ്പം ഇത് നമ്മളെ അകത്ത് നമുക്ക് താങ്ങാൻ പറ്റുന്ന വണ്ണമാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. ആവിയായവൻ, ഹല്ലേലൂയ, ആത്മാവായവൻ നമ്മളിൽ വന്ന് വസിക്കുക, നമ്മളുടെ അകത്ത് വന്ന് വസിക്കുക, എല്ലാം നമ്മളുടെ അകത്തേക്ക് ഇട്ടു തന്നുകൊണ്ടേയിരിക്കുക. എത്രത്തോളം നമ്മൾ ആശ്രയിക്കുന്നു അത്രത്തോളം ആത്മീയ കൃപകളാലും അനുഗ്രഹങ്ങളാലും നമ്മളെ നിറയ്ക്കും. സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു സകല ആത്മീയ അനുഗ്രഹങ്ങളാലും എന്ന് പറഞ്ഞാൽ, ഞാൻ 100 വയസ്സ് 120 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ, ഞാൻ 100 വയസ്സ് 120 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് അല്ലെ. നമ്മൾ അങ്ങനെയാ ആയുസ്സോടെ നമ്മൾ നിൽക്കും. അല്ലയാ, എനിക്ക് അത്രയും നാളും എനിക്ക് വേണ്ടതെല്ലാം കർത്താവ് കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. സകലതും എനിക്ക് കരുതിയിട്ടുണ്ട്. ഈ ലോകത്തെ വേണ്ടി മാത്രമല്ല, നിത്യജീവന് വേണ്ടിയും കരുതിയിട്ടുണ്ട്. സകല ആത്മീയ അനുഗ്രഹം എന്താ അതിന് കണക്കില്ലാത്ത വണ്ണം, ലോകാവസാനത്തോളം വരെ മാത്രമല്ല, ഞാൻ സ്വർഗത്തില് കർത്താവിനോടൊപ്പം വാഴാൻ വേണ്ടി. ഹല്ലേലൂയ. ഒന്നിനും കുറവില്ലാതെ എന്ന് പറഞ്ഞാൽ ഇത് നിത്യതയോളം ഉള്ളതാ. സ്വർഗീയ സ്ഥലങ്ങള് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് ജീവിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, എന്ന് പറഞ്ഞാൽ നിത്യതയോളം. ഹല്ലേലൂയ. താൽക്കാലികമല്ല. എനിക്ക് ഇന്ന് യേശുവിന്റെ അടുക്കിലേക്ക് വന്ന് എനിക്ക് ജോലി കിട്ടി, ഇനി ടാറ്റാ ബൈ ബൈ, ഇനി എപ്പോഴേലും എനിക്ക്. ഹല്ലേലൂയ. ഈ ദൈവം ആഴ്ചയിൽ ഒരിക്കൽ ഒതുങ്ങുന്ന ദൈവമല്ല.
ഹാലിയ. ദിവസത്തിൽ ഒരു നേരം ഒരു ഗുളിക കഴിക്കുന്നത് പോലെ ഒതുങ്ങുന്ന ദൈവമല്ല. ഹാലലുയ്യ. ഈ ദൈവം 24 മണിക്കൂറും 365 ദിവസവും ഹാലലുയ്യ നമ്മുടെ കൂടെ ഇരിക്കുന്നവനാ. നമ്മൾ ആ പറയുന്ന വാട്ടർ ടാങ്ക് അല്ലേ, എനിക്ക് ഇന്ന് വാട്ടർ ടാങ്ക് അല്ലേ, എനിക്ക് ഇന്ന് അടുക്കളയിൽ കയറണ്ട, ഞാൻ ടാപ്പ് തുറക്കുന്നില്ല. അപ്പം വാട്ടർ ടാങ്ക് പറയത്തില്ല ശരി ഞാൻ എഴുന്നേറ്റ് ഇനി അപ്പുറത്തെ വീട്ടിൽ പോകാമെന്ന്. നോ, ആ വാട്ടർ ടാങ്ക് എപ്പോഴും അവിടെയുണ്ട്. നമ്മൾ തുറക്കാൻ തയ്യാറാണോ? ആ സ്വർഗീയ സ്ഥലങ്ങളിലെ അനുഗ്രഹങ്ങളും അത് തന്നെയാ. സ്വർഗീയ സ്ഥലങ്ങളിലെ അനുഗ്രഹങ്ങള് മകളും എല്ലാ സമൃദ്ധി എന്ന് വെച്ചാൽ എനിക്ക് സാമ്പത്തികമായിട്ട് ഒന്നും കാണത്തില്ല, പക്ഷെ എന്നെ നോക്കിയാല് ഏറ്റവും അടിപൊളിയായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, സൂപ്പറായിട്ട് ജീവിക്കുന്നത്. എങ്ങനെ സാധിക്കും ഇങ്ങനെ ജീവിക്കാൻ? എൻ്റെ ആശ്രയം കർത്താവില്ല. ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ എൻ്റെ സപ്ലൈ ഒരിക്കലും കുറയത്തില്ല. കണ്ടോ? നമ്മളെ ചെല്ലുമ്പോൾ എൻ്റെ സപ്ലൈ ഒരിക്കലും കുറയത്തില്ല. കണ്ടോ? നമ്മളെ നിയന്ത്രിക്കുന്ന ഈ ലോകത്തിലെ കാര്യങ്ങളല്ല. ഹാലലുയ്യ. നമ്മളെ നിയന്ത്രിക്കുന്നത് സ്വർഗസ്ഥലങ്ങളിലെ കാര്യങ്ങള്. എൻ്റെ അപ്പായുടെ ഹൃദയത്തിനകത്തെ ചിന്തകള് എന്നെ നിയന്ത്രിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദൈവഹിതം. സ്തോത്രം. ഹല്ലിയ. ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവൻ ഒരു കാര്യം ചെയ്യും. കർത്താവെ, അങ്ങയുടെ ഹിതമാണോ ഇത് ഞാൻ ചെയ്യുന്നത്? അങ്ങക്ക് ഇഷ്ടമാണോ കർത്താവെ ഇത് ഞാൻ ചെയ്യുന്നത്? കോംപ്രമൈസ് ഇല്ല. ദൈവരാജ്യത്തിനകത്ത് കോംപ്രമൈസ് ഇല്ല. ശരി, ഞാൻ എന്നാല് ഇത് വേണ്ട, ഈ പറയുന്നത് ഇത്രയൊക്കെ ഞാൻ എടുക്കാം, ബാക്കിയൊന്നും എനിക്ക് വേണ്ട, എന്നെ കൊണ്ട് ഇതൊന്നും താങ്ങാൻ പറ്റില്ല. അങ്ങനെയല്ല ദൈവരാജ്യത്തിനകത്ത്. നമ്മൾ ആ ഓവർ ഹെഡ് ടാങ്കിനകത്തുനിന്ന് വരുന്ന വെള്ളം ടാപ്പ് തുറന്നിട്ട് നമുക്ക് പറയാൻ പറ്റുമോ, ടാപ്പേ നീ എൻ്റെ ബേസിനകത്ത് വീഴുമ്പം ആ ടാങ്കിന്റെ മേളില് ഇടത്തെ വശത്തിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ, വലത്ത് വശത്തിരിക്കുന്ന വെള്ളം വരണ്ട. നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ടാപ്പ് തുറങ്ങുമ്പോൾ ആ ടാങ്കിനകത്ത് എന്ത് വെള്ളം ഉണ്ടോ ആ വെള്ളം പുറത്തോട്ട് വരുന്നേ. സ്തോത്രം. ഹാലലൂയ്യ. ആ ടാപ്പ് തുറക്കുമ്പോൾ എത്രത്തോളം വെള്ളം വരുന്നോ, അതുമ്പോൾ എത്രത്തോളം വെള്ളം വരുന്നോ അതേപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒന്ന് അനുവദിച്ചാൽ, അല്ലെ നമ്മുടെ ജീവിതത്തിനകത്തൊന്ന് നമ്മൾ ദൈവം ഒന്ന് പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ, എൻ്റെ ദൈവത്തിന് അത്ഭുതകരമായും അതിശയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മൾ കർത്താവിനെ ഒന്ന് അന്വേഷിച്ചാൽ, എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നൊന്ന് നമ്മൾ ദൈവത്തിനോട് ചോദിച്ചാൽ, നമ്മൾ ആരുടെയും അടുത്ത് പോകണ്ട. പ്രശ്നം വെച്ച് പറയുന്ന ദൈവമല്ലിത്. അല്ല, ഒന്ന് പ്രശ്നം വെച്ചേ, ഞാനൊന്ന് അറിയട്ടെ കർത്താവിൻ്റെ ഇഷ്ടം എന്തുവാണെന്ന്. അല്ല, ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ, എന്തുവാ ദൈവം എന്നോട് പറയേണ്ടത് എന്നോടേ പല്ലിയ. ഞാൻ ഇരിക്കാതെ വരുമ്പോഴാണ് എൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത്. സ്തോത്രം. ഇന്ന് കർത്താവിനോട് പറയണം, കർത്താവെ, അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ എന്തെന്ന് എന്നോടൊന്ന് സംസാരിക്കണം, എന്നോട് ഇടപെടണം. നമ്മളെ വിളിച്ച കർത്താവ് വിശ്വസ്തനാ. എൻ്റെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കർത്താവിലോട്ട് വരാനുള്ള കാരണം ആ ഒരു ഇതാണ്, സംസാരിക്കുന്ന ദൈവം. ഞങ്ങൾ വളർന്ന ആ ഹൈന്ദവ വിശ്വാസത്തിൽ ഒരുപാട് പ്രാർത്ഥനയുള്ള ഒരു കുടുംബമാണ് ഞങ്ങളുടെ ആയിരുന്നു. അപ്പം അന്നുമായിരുന്നു ഇന്നുമായിരുന്നു കർത്താവിൻ്റെ കൃപയാൽ. പക്ഷെ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ എനിക്ക് ഒന്നും അറിഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ കുഞ്ഞിലേ തൊട്ടേ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, എന്താ ഈ ദൈവങ്ങൾ എന്നോട് സംസാരിക്കാത്ത? എന്നോട് ആരോ ഈ ക്രൈസ്തവ വിശ്വാസം പറഞ്ഞു തന്നിട്ടൊന്നുമല്ല, ഞാൻ ആരിൽ നിന്നും ക്രൈസ്തവ വിശ്വാസം കേട്ടില്ല. പക്ഷെ എൻ്റെ ഒരു 14-15 വയസ്സായപ്പം തൊട്ട് ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു, എന്താ ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന വിഗ്രഹങ്ങളും പടങ്ങളും ഒന്നും സംസാരിക്കാത്തത്? ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൽ എന്നും പോകും. എന്നും പോയിട്ട് അതിനകത്തെ ആ രൂപത്തിനെ, ആ കല്ല് വിഗ്രഹത്തിനെ നോക്കിയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്താ എന്നോട് സംസാരിക്കാത്തത്? അവിടെ പല പല രൂപങ്ങളുടെ അടുത്തും ചെന്നിട്ട് ഞാൻ ചോദിച്ചായിരുന്നു, നിങ്ങളൊന്നും എന്താ എന്നോട് സംസാരിക്കാത്ത? ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ പഠിക്കാൻ നാട്ടിൽ പോയപ്പോഴും ഒക്കെ ഞാൻ ചോദിക്കും, എന്താ ഈ ദൈവങ്ങളൊന്നും എന്നോട് സംസാരിക്കാത്ത?
പക്ഷെ ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സിൽ എന്നോട് സംസാരിക്കുന്ന ദൈവത്തിനെ ഞാൻ കണ്ടെത്തി. ഹല്ലേലൂയ. എന്നെ കർത്താവ് പിടിച്ചത് അങ്ങനെയാ, എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കും. ഇന്ന് കർത്താവിനോട് പറയണം, യേശുവെ എന്നോട് സംസാരിക്കണം. ഞാൻ യേശുവിനെ കുറിച്ച് ഒരുപാട് അറിഞ്ഞിട്ടല്ല യേശു എന്നോട് സംസാരിച്ച്, പക്ഷെ നമ്മളോട് സംസാരിക്കാൻ ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ എത്രത്തോളം ആ ടാപ്പ് തുറക്കാൻ തയ്യാറാണോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിനെ അനുഗ്രഹിക്കാൻ തയ്യാറാ. പക്ഷെ ഒരു നിബന്ധനമുണ്ട്, ആദ്യം അവനെ തേടണം. നമ്മുടെ വീട്ടിൽ ചെന്നാൽ ടാപ്പ് തുറന്നാലേ വെള്ളം വരത്തുള്ളൂ. ഞാൻ ടാപ്പിന്റെ മുമ്പിൽ ചെന്നിട്ട് ടാപ്പേ വെള്ളം ഒന്ന് തന്നേ എന്ന് പറഞ്ഞാൽ ടാപ്പ്, ഞാൻ ടാപ്പിന്റെ മുമ്പിൽ ചെന്നിട്ട് ടാപ്പേ വെള്ളം ഒന്ന് തന്നേ എന്ന് പറഞ്ഞാൽ ടാപ്പ് അവിടെ മിണ്ടാതിരിക്കും. ഞാൻ കരം നീട്ടി ഒന്ന് തുറക്കണം. ഇതേപോലെ ദൈവരാജ്യത്തിനകത്ത് നാം ഒന്ന് പരിശ്രമിക്കണം. അപ്പ എനിക്കൊന്ന് കേൾക്കണം, എനിക്ക് അങ്ങേ ഒന്ന് അറിയണം, ഈ ദാഹം ഉള്ളിൽ തിളയ്ക്കണം. ഓരോ ദിവസവും അപ്പാ എനിക്ക് അങ്ങയോടൊന്ന് ഇടപെടണം കർത്താവെ. അല്ലാതെ ജോലി വേണ്ടപ്പം കർത്താവിന്റെ സന്നിധിയില്, കുടുംബജീവിതം നേരെയാവാൻ കർത്താവിന്റെ സന്നിധിയിൽ നോ. ഹല്ലേലൂയ. കർത്താവ് അതൊക്കെ ചെയ്തോളും. തിരുവചനം പറയുന്നേ, ആത്മീയ അനുഗ്രഹങ്ങളാൽ സ്വർഗീയ സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന അനുഗ്രഹം അവന്റെ പക്കലുണ്ട്. പക്ഷെ നമ്മളൊന്ന് അനുഗ്രഹം അവന്റെ പക്കലുണ്ട്. പക്ഷെ നമ്മളൊന്ന് അന്വേഷിക്കണം, ഒന്ന് തേടണം. കർത്താവിന്റെ മുഖം ഒന്ന് വെളിപ്പെടണം. എന്നോടൊന്ന് ഇടപെടണം കർത്താവെ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിനകത്ത് നീ എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയവനായി നിൽക്കണം കർത്താവെ. ഹല്ലേലൂയ. എൻ്റെ ആശ്രയമായി തീരണം. എൻ്റെ എല്ലാമായി തീരണം. തിരുവചനം എഫെസ്യർ 1:3 പറയുന്നു, ഹല്ലേലൂയ, നമ്മൾ ക്രിസ്തുവുമായിട്ട് ഒന്നായിരിക്കുന്നത് കൊണ്ട്. അപ്പൊ അതിന്റെ ബേസിക് അടിസ്ഥാനം ഇതാണ്, നാം ക്രിസ്തുവുമായിട്ട് ഒന്നായിട്ടിരിക്കുന്നതുകൊണ്ട്. ഹല്ലേലൂയ. നാം കർത്താവുമായിട്ട് പറ്റിച്ചേർന്നിരുന്നാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം ഒഴുകി വരും. മുന്തിരിവള്ളിക്ക് മുന്തിരിക്കൊമ്പിനോട് ചേർന്നിരുന്നാലേ ഫലം കായ്ക്കാൻ പറ്റത്തുള്ളൂ. മുന്തിരി വള്ളി ഇവിടെ ഉണ്ട്, മുന്തിരിക്കൊമ്പ് ഇങ്ങനെ മാറി നിന്നിട്ട് മുന്തിരിക്കൊമ്പ് പറയാ, ആ ഒന്ന് ഫലം ഉണ്ടാവട്ടെ, കുറെ മുന്തിരിങ്ങ ഒന്ന് വരട്ടെ. മുന്തിരി വള്ളി പറയും, സോറി, നീ എന്നോട് ചേർന്നിരിപ്പില്ല. ഗ്യാലൻ വെള്ളമുണ്ട്, പക്ഷെ പൈപ്പ് വെച്ചു കൊടുത്തില്ലെങ്കിൽ, ഹല്ലേലൂയ, ടാപ്പ് തുറന്നില്ല എങ്കിൽ വെള്ളം പുറത്തു വരത്തില്ല. കണക്ഷൻ വേണം. ഇന്ന് പറഞ്ഞേ, കണക്ഷൻ. ഹല്ലേലൂയ. എൻ്റെ കർത്താവുമായിട്ട് കണക്ഷൻ വേണം. സംസാരിക്കണം, അപ്പായോട് ഇടപെടണം, അപ്പായോട് പറയണം, ദൈവസന്നിധിയിൽ കയറിയിരിക്കണം. അല്ലയോട് ഇടപെടണം, അപ്പായോട് പറയണം, ദൈവസന്നിധിയിൽ കയറിയിരിക്കണം. അല്ലേ, ജീവിതം മാറണോ, ജീവിതം ധന്യമാകണോ, ജീവിതം ഒരു ആർട്ടിസ്റ്റിന്റെ പെയിന്റ് പോലെ ഇങ്ങനെ കളർഫുൾ ആകണോ, ബ്യൂട്ടിഫുൾ ആകണോ, അപ്പായുടെ കൂടെ ഇരിക്കണം. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടത്തിന്റെ കൂടെ ഇരിക്കണം. കർത്താവ് പറയും, എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ അനുഗ്രഹിക്കാതിരിക്കും. ഞാൻ വീണ്ടും പറയട്ടെ, കർത്താവ് ഞാൻ അങ്ങോട്ട് ചെന്ന ഉടനെ എനിക്ക് വീട് തന്നു, വിസ തന്നു, ലോറി തന്നു, നോ 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 നോ, അതിനൊന്നും ആരും പോകണ്ട, അതൊക്കെ തന്നോളും. ഹല്ലേലൂയ. അതിനൊന്നും ആരും ദൈവസന്നിധിയിലോട്ട് ഓടിപ്പോണ്ട. കർത്താവിനോട് പറയണ്ട, എനിക്ക് അങ്ങേ അറിയണം, എനിക്ക് അങ്ങനെ അങ്ങേ സ്നേഹിക്കണം. കർത്താവിനോട് പറയണ്ട, എനിക്ക് അങ്ങേ അറിയണം, എനിക്ക് അങ്ങനെ അങ്ങേ സ്നേഹിക്കണം. അങ്ങ് ആരാണെന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം. എന്നോടൊന്ന് ഇടപെടണം, എന്നോടൊന്ന് സംസാരിക്കണം കർത്താവെ, എന്നെ ഒന്ന് സ്നേഹിക്കണം. കർത്താവിനോട് പറയണം, എന്നെ ഒന്ന് സ്നേഹിക്കുക കർത്താവെ. കർത്താവിന് ഭയങ്കര സ്നേഹമാണ് നമ്മളോട്. പക്ഷെ നമ്മളൊന്ന് കർത്താവെ, ആത്മീയ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറക്കാൻ സാധിക്കും. ഈ ഓരോ ആത്മീയ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പല പ്രാർത്ഥന മറുപടികൾ ലഭിക്കുന്നത്. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിതം ഓരോ ദിവസവും ക്രിസ്തുവുമായിട്ട് പറ്റിച്ചേർന്ന് അലിഞ്ഞു ചേർന്ന് അന്നന്നേക്ക് വേണ്ടത് കർത്താവിൽ നിന്ന് തന്നെ നമ്മൾ കേട്ട് മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ. എന്നത്തെ പ്രാർത്ഥന ഇതായിരിക്കണം, അപ്പാ എന്നോട് സംസാരിക്കണം. ഇന്ന് വേണ്ട എൻ്റെ ജീവിതം ഇന്ന് ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് എന്നോട് സംസാരിക്കണം. എൻ്റെ മക്കളെ വഴക്ക് പറയുന്നത് പോലും ഞാൻ എങ്ങനെ വഴക്ക് പറയണമെന്ന് എന്നോട് സംസാരിക്കണം. ഹല്ലേലൂയ. ഞാൻ ഏത് വചനം എടുത്താണ് എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞ് അവരെ തിരിക്കേണ്ടത്, എന്നോട് സംസാരിക്കണം. ഹല്ലേലൂയ.
ഞാൻ പറയട്ടെ, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പൊട്ടിപ്പറഞ്ഞ ജീവിതങ്ങളും കൊണ്ടൊക്കെ ചെല്ലും. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പൊട്ടിപ്പറഞ്ഞ ജീവിതങ്ങളും കൊണ്ടൊക്കെ ചെല്ലുമ്പോൾ കർത്താവ് ഇത് പണിത് ഭംഗിയാക്കി എടുക്കും. ഹാലലൂയ, സ്തോത്രം. എത്രത്തോളം നമ്മൾ ആ ടാപ്പ് തുറക്കാൻ റെഡിയാണോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മീയ അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. കർത്താവ് സഹായിക്കട്ടെ. ബലപ്രയൂഷൻ യേശുവാണ്. ഹല്ലിയ, യേശു മാത്രമാണ്. യേശുവിൻ്റെ അടുക്കലോട്ട് അടുക്കും തോറും ഹല്ലേലൂയ, കർത്താവ് അനുഗ്രഹത്തിൻ്റെ ആ ആ ഉറവ് തുറന്ന് 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 നമ്മുടെ ജീവിതത്തിനെ നിറച്ചുകൊണ്ടേയിരിക്കും. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഈ നല്ല ദൈവത്തിനെ ഹല്ലേലൂയ പറ്റിച്ചേർന്നിരിക്കാൻ കർത്താവ് ബലപ്പെടുത്തട്ടെ യേശുവിൻ നാമത്തിൽ.